ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ഉത്തര നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ളൊരു ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവരുടെ വ്യക്തിത്വവും കാന്തികവും ആകർഷകവുമാണ് വ്യക്തിത്വം. അതോടൊപ്പം ഇവരുടെ മുഖത്തെല്ലാം ഇപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകും. ഒരിക്കൽ പുഞ്ചിരിയോടെ ഒരാളെ നോക്കിയാൽ ആ വ്യക്തി ഇവരിലേക്ക് ആകർഷിക്കപ്പെടും. അറിവും ബുദ്ധിയും വിവേകവുമുള്ള വ്യക്തിയാണ് ഇവർ. ആരോടും ഇവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടാകുകയില്ല. എല്ലാവരെയും തുല്യരായി കാണുന്നു. ആരെയും വേദനിപ്പിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ആരും പ്രശ്നത്തിലാകുന്നത് കാണുവാനും ഇവർക്ക് താല്പര്യമില്ല. ഇവരുടെ കോപം എല്ലായ്പ്പോഴും നിയന്ത്രിതമായിരിക്കും. എന്നാൽ ദേഷ്യപ്പെട്ടുള്ളത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇവർ ഹൃദയത്താൽ തീർത്തും മൃദുലവും പരിശുദ്ധവുമാണ്. സ്നേഹിക്കുന്നവർക്കായി ഇവരുടെ ജീവൻ പോലും ത്യജിക്കും. ഇവരുടെ ശബ്ദം മധുരമുള്ളതും പ്രസംഗത്തിൽ ഉത്കൃഷ്ടനുമായിരിക്കും. നല്ലതായതുകൊണ്ട് തന്നെ പ്രസംഗത്തിൽ ഉത്കൃഷ്ടനായിരിക്കും ശബ്ദം. ശത്രുക്കളുടെ മേൽ വിജയം വരിക്കും. ഒരു സമയം വ്യത്യസ്ത കാര്യങ്ങളിൽ വൈദഗ്ധ്യം ഉണ്ടാകും എന്നത് ഇവരുടെ ഗുണങ്ങളിലൊന്നാണ്. ഇവർക്ക് അധികം വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ കൂടി ഇവരുടെ അറിവ് യോഗ്യതയുള്ളൊരു വ്യക്തിക്ക് തുല്യമായിരിക്കും. ലളിതകലകൾ താല്പര്യമുണ്ടായിരിക്കും. നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതുകയും ചെയ്യും. വായനാശീലവും ഉണ്ടാകും. ഇവരുടെ അസാധാരണമായ കഴിവുകളാലും നൈപുണ്യത്താലും എല്ലാ മേഖലയിലും ഇവർക്ക് അംഗീകാരം ലഭിക്കും. ഇവരുടെ ജീവിതത്തിൽ അലസതയ്ക്ക് യാതൊരു പ്രധാനവുമില്ല. ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചാൽ അത് ചെയ്യുക തന്നെ ചെയ്യും. എന്തെങ്കിലും പരാജയത്താൽ അസ്വസ്ഥനാകുകയുമില്ല. എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ. വർത്തമാനകാലത്തിലും ജീവിത സത്യത്തിലും വിശ്വസിക്കുന്നതിനാൽ ഇവർ വായുവിൽ കോട്ടകൾ പണിയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതായത് സ്വപ്നം കണ്ട് ഓരോന്ന് കെട്ടിപ്പൊക്കുന്നത് അവർക്ക് താല്പര്യമില്ല. സ്വഭാവത്താൽ തീർത്തും ശക്തനും വിഷയസുഖേച്ഛകളിൽ ഒരിക്കലും ആകൃഷ്ടനാകാത്ത ഒരാളുമാണ് ഈ നാളുകാർ. ഇവരുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യും. ദയ ഇവരിൽ നിറഞ്ഞു നിൽക്കുന്നു. കൂടാതെ ഒരു അശക്തനായ വ്യക്തി ഇവരുടെ അടുത്തെത്തിയാൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ ശ്രമിക്കും. മതത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതുപോലെ മതപരമായ പ്രവർത്തികളിലും ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യും. ജോലിയോ ബിസിനസ്സോ ആകട്ടെ, ഏത് രീതിയിലും ഇവർ വിജയിക്കും. ഇവരുടെ വിജയത്തിന് കാരണം ഇവരുടെ കഠിനാധ്വാന പ്രയത്നം തന്നെയാണ്. ഇവരുടെ കഠിനാധ്വാനത്താൽ വിജയത്തിന് ഉയരങ്ങൾ തൊടും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനലിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ കാണണമെങ്കിൽ മാത്രം.